ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ കാർബൺ കണ്ടൻറ്റ് ഇൻ മൈൽഡ് സ്റ്റീൽ. ഓപ്ഷൻ എ 0.6 to 1.5%, ഓപ്ഷൻ ബി 0.25 to 0.6%, ഓപ്ഷൻ സി 0.1 to 0.25% ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലിലെ കാർബൺ കണ്ടൻറ്റിന് വേരിയേഷൻ ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടിക്കും വേരിയേഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഹൈ കാർബൺ സ്റ്റീലിൻ്റെ കാര്യമാണ്. ഹൈ കാർബൺ സ്റ്റീലിൽ വന്നിട്ട് കാർബൺ കണ്ടൻറ്റ് 0.6 to 1.5% ആണ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേര് ഹാർഡ് സ്റ്റീൽ എന്നുള്ളതാണ്. മീഡിയം കാർബൺ സ്റ്റീലാണെന്നുണ്ടെങ്കിൽ 0.25 to 0.6% ആണ് കാർബൺ കണ്ടൻറ്റ് വരുന്നത്. അത് സാധാരണയായിട്ടും റെയിൽവേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീലിൽ വന്നിട്ട് 0.1 to 0.25% ആണ് സ്ട്രക്ചറൽ വർക്ക്സ് ബിൽഡിങ്സിൽ, അതിനാണ് അത് സാധാരണ യൂസ് ചെയ്യുന്നത്. ലോ കാർബൺ സ്റ്റീലിൽ വന്നാൽ ബിലോ 0.1% ആണ് ഡീഫോംഡ് ബാർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ കണ്ടൻറ്റിൻ്റെ കാര്യമാണ് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഹൈ കാർബൺ സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റ്, മീഡിയം കാർബൺ സ്റ്റീലാണെങ്കിൽ 0.25 to 0.6, മൈൽഡ് ആണെങ്കിൽ 0.1 to 0.25 ആൻഡ് ലോ കാർബൺ ആണെങ്കിൽ ബിലോ 0.1%. ഓക്കെ, ഇനി ആ പേര് ഹാർഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലിനെ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാർബൺ കണ്ടൻറ്റ് ഇൻ മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ കാർബൺ കണ്ടൻറ്റ് എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ആൻസർ വരെ എന്താണ്? ഓപ്ഷൻ സി 0.1 to 0.25% ആണ് മൈൽഡ് സ്റ്റീലിലെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് മെറ്റൽസ് ടു ഇംപ്രൂവ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ എ കാസ്റ്റിംഗ്, ഓപ്ഷൻ ബി അനീലിംഗ്, ഓപ്ഷൻ സി ഫോർജിങ്, ഓപ്ഷൻ ഡി മോൾഡിംഗ്. മെറ്റൽസിനെ നമ്മൾ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കാറുണ്ട്, അതേപോലെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കാറുണ്ട്. മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ ആദ്യം പറയുകയാണെങ്കിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയേഴ്സും റൂട്ട്സുമായിട്ട് മാറ്റുക. ഇത് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. വയേഴ്സാക്കി മാറ്റുന്നതിന് പറയുന്ന പേരെന്താണെന്ന് ഡ്രോയിങ് എന്നാണ് അതിനെ വിളിക്കുക. ഫോർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമർ യൂസ് ചെയ്ത് ബ്ലോ ചെയ്ത് അതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ഫോർജിങ് എന്ന് പറയാം. ഇനി റോളിംഗ് എന്ന് പറഞ്ഞാൽ പൈപ്പ്സും സിലിണ്ടേഴ്സും ആക്കി മാറ്റുന്നതിനെ, ഒരു സ്റ്റീലിനെ അല്ലെങ്കിൽ ഒരു മെറ്റലിനെ പൈപ്പ്സും സിലിണ്ടറും ആക്കി മാറ്റുന്നതിനെയാണ് റോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റോൾഡ് സ്റ്റീൽ ബാർസൊക്കെ പറയാറുണ്ടല്ലോ, അപ്പം അതിനെയാണ് റോളിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സിൽ വന്നിട്ട് ഏറ്റവും ആദ്യം വരുന്ന അനീലിംഗ് ആണ്. അനീലിങ്ങും ഹാർഡനിങ്ങും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കുക. അനീലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ, രണ്ടും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ബോത്ത് ആർ ഹീറ്റഡ് എബോവ് TC. അനീലിംഗ് ആണെങ്കിലും ഹീറ്റഡ് എബോവ് TC ആണ്, ഹാർഡനിങ് ആണെങ്കിലും ഇറ്റ് ഈസ് ഹീറ്റഡ് എബോവ് TC. പക്ഷേ അനീലിങ്ങിൻ്റെ കേസിൽ നമ്മൾ കൂള് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് കൂള് ചെയ്യുന്നത്. അതേസമയം ഹാർഡനിങ് ആണെന്നുണ്ടെങ്കിൽ കൂളിംഗ് നടത്തുന്നത് കൺട്രോൾഡ് റേറ്റിലാണ് കൂളിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നോർമലൈസിങ്. നോർമലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നോർമലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ടെമ്പറിങ്. ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ ഹാർഡൻഡ് സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടെമ്പറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനം വരുന്നത് കേസ് ഹാർഡനിങ്. കേസ് ഹാർഡനിങ് എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കേസ് ഹാർഡനിങ്. ഓക്കെ, അപ്പം ഇത്രയും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, ഡ്രോയിങ്, ഫോർജിങ്, റൂളിംഗ്. ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അനീലിംഗ്, ഹാർഡനിങ്, നോർമലൈസിങ് ആൻഡ് ടെമ്പറിങ് ആൻഡ് കേസ് ഹാർഡനിങ്. അനീലിങ്ങും ഹാർഡനിങ്ങും പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. സോ നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് മെറ്റൽ ടു ഇംപ്രൂവ് ദെയർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ എ കാസ്റ്റിംഗ്, ഓപ്ഷൻ ബി അനീലിംഗ്, ഓപ്ഷൻ സി ഫോർജിങ് ആൻഡ് ഓപ്ഷൻ ഡി മോൾഡിംഗ്. ആൻസർ എന്താണ് വരിക? ഇറ്റ് ഈസ് അനീലിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെൽ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. ഓപ്ഷൻ എ കോപ്പർ ആൻഡ് ലെഡ്, ഓപ്ഷൻ ബി ടിൻ ആൻഡ് ലെഡ്, ഓപ്ഷൻ സി കോപ്പർ ആൻഡ് സിങ്ക് ആൻഡ് ഓപ്ഷൻ ഡി കോപ്പർ ആൻഡ് ടിൻ. ഇതിൻ്റെ അകത്ത് ഏതിലാണ് ബെൽ മെറ്റലിൻ്റെ അലോയ്സ് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഐ എം സോറി,
ബെൽ മെറ്റൽ എന്ന് പറയുന്നത് ഏതൊക്കെ മെറ്റൽസിൻ്റെ അലോയ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് മെറ്റൽസ് അലോയ്സ് നോക്കാം. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. ബെൽ മെറ്റലും കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചാണ് നമ്മൾ പേരും കൊടുക്കുക. സോ ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്, ഇത് മൂന്നും വരും. അപ്പോൾ ഇത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻവാർ എന്ന് പറയുന്നത് അറ്റ് ഈസ് നിക്കൽ അയൺ, നിക്കലിൻ്റെയും അയണിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇൻവാർ. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 12% ഓഫ് ക്രോമിയം ടു ലോ കാർബൺ സ്റ്റീൽ അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. പിന്നെ സോൾഡർ എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയ്സ് ഉണ്ട്. ബ്രാസും ബ്രോൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകരുത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആൻഡ് സിങ്ക്, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ആൻഡ് ടിൻ. പിന്നെ ബെൽ മെറ്റൽ കോപ്പർ ആൻഡ് ടിൻ തന്നെയാണ്. ഗൺ മെറ്റൽ കോപ്പർ, ടിൻ, സിങ്ക്. ഇൻവാർ എന്ന് പറഞ്ഞാൽ നിക്കൽ ആൻഡ് അയൺ. സ്റ്റെയിൻലെസ് സ്റ്റീൽ 12% ഓഫ് ക്രോമിയം ടു ലോ കാർബൺ സ്റ്റീൽ. ആൻഡ് സോൾഡർ ഫൈനലി ലെഡും ടിന്നും ചേർന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബെൽ മെറ്റൽ ഇസ് ആൻ അലോയ് ഓഫ് എന്നുള്ളതായിരുന്നു. ബെൽ മെറ്റൽ എന്ന് പറയുന്നത് എന്തിൻ്റെ അലോയ് ആണ്? കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും തന്നെ അലോയ് ആണ്. അത് തന്നെയാണ് ബ്രോൺസും കോപ്പറിൻ്റെയും ടിന്നിൻ്റെ അലോയ് ആണ്. ബെൽ മെറ്റലിൻ്റെ കോമ്പോസിഷൻ വേരിയേഷൻ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, galvanizing means covering iron with a thin coat of. എന്താണ് ഗാൽവനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ടിൻ, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി ഗ്ലേസ് ആൻഡ് ഓപ്ഷൻ ഡി കോൾ ടാർ. അപ്പോൾ ഗാൽവനൈസിങ് എന്ന് പറയുന്നത് ആൻസർ വരാം ഇവിടെ സിങ്ക് ആണ്. നമ്മൾ അയണിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതിനെയാണ് ഗാൽവനൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇൻവാർ ടേപ്സ് ആർ മെയ്ഡ് ഓഫ് ആൻ അലോയ് ഓഫ്. ഇൻവാർ ടേപ്സ് എന്ന് പറയുമ്പം നിക്കലും സ്റ്റീലും കൂടെ ചേർന്നിട്ടുള്ള ഒരു അലോയ് ആണ് ഇൻവാർ ടേപ്സ്. ഇൻവാർ ടേപ്സ് എന്ന് പറഞ്ഞാൽ നിക്കലും സ്റ്റീലും ആയിട്ട് ചേർന്നിട്ടുള്ള അലോയ് വെച്ചിട്ടാണ് ഇൻവാർ ടേപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവാറിൻ്റെ കാര്യം പറഞ്ഞു. ഇൻവാർ എന്ന് പറഞ്ഞാൽ എന്താ? നിക്കലും അയണും കൂടെ ചേർന്നാണ് ഇൻവാർ എന്ന് പറഞ്ഞ ആ ഒരു അലോയ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവാർ ടേപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കലും സ്റ്റീലും കൂടെ ചേർന്നിട്ടാണ്, അതിൻ്റെ ഒരു അലോയ് വെച്ചിട്ടാണ് ഇൻവാർ ടേപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ഹൈ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടന്റ്? ഓപ്ഷൻ എ മാഗ്നറ്റൈറ്റ്, ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ്, ഓപ്ഷൻ സി ലിമോണൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പൈറേറ്റ്. ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത്? നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, അങ്ങനെ കാർബണിൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് സ്റ്റീലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ്റ് ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ഓറ് നോക്കാം. ഓറ് ഏറ്റവും ആദ്യം മാഗ്നറ്റൈറ്റ് ഓറിൻ്റെ അകത്ത് 70% ആണ് കാർബൺ കണ്ടൻറ്റ് ഉള്ളത്. ആൻഡ് ഹേമറ്റൈറ്റ് ഓറിൽ 65%, ലിമോണൈറ്റ് ആണെങ്കിൽ 60%, പൈറൈറ്റ് 45% ആൻഡ് സിഡറൈറ്റ് 40%. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ്റ് ഉള്ളത്? മാഗ്നറ്റൈറ്റിന് 70% ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മാഗ്നറ്റൈറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. 70% കാർബൺ കണ്ടൻ്റ് ആണുള്ളത്. ഏറ്റവും കുറവ് ഏതിനാണ് വരിക? സിഡറൈറ്റിന് അല്ലേ, സിഡറൈറ്റ്. പിന്നെ ഹേമറ്റൈറ്റിൻ്റെ ഓർത്ത് വെക്കാം, മാഗ്നറ്റൈറ്റിൻ്റെയും ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും കുറവുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇസ് നോൺ എസ്. ഓക്കെ, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇസ് ഓൾസോ നോൺ എസ്. സോ അതിൻ്റെ ഓപ്ഷൻസ് വന്ന് ഓപ്ഷൻ എ ഫ്ലിൻ ഗ്ലാസ്, ഓപ്ഷൻ ബി ഹാർഡ് ഗ്ലാസ്, ഓപ്ഷൻ സി സോഫ്റ്റ് ഗ്ലാസ് ആൻഡ് ഓപ്ഷൻ ഡി ബോട്ടിൽ ഗ്ലാസ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ഫ്ലിൻ ഗ്ലാസ് ആണ് ആൻസറായിട്ട് വരിക. നമുക്ക് ടൈപ്സ് ഓഫ് ഗ്ലാസസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. സോഡ ലൈം ഗ്ലാസിൻ്റെ മറ്റ് ഒരു പേരെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് എന്നും പറയാറുണ്ട്. അത് സോഡിയം സിലിക്കേറ്റിൻ്റെയും കാൽസ്യം സിലിക്കേറ്റിൻ്റെയും ഒരു മിക്സ്ചറാണ് ഈ സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്.
ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ട്യൂബ്സും മറ്റ് ലബോറട്ടറി അപ്പാരറ്റസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡ ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ലബോറട്ടറി അപ്പാരറ്റസ്, പ്ലേറ്റ് ഗ്ലാസ്, വിൻഡോ ഗ്ലാസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സോഡ ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു സോഡ ലൈം ഗ്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സോഡ ലൈം ഗ്ലാസ്സിന് മറ്റ് 2 പേരുകൾ, സോഫ്റ്റ് ഗ്ലാസ് ആൻഡ് സോഡ ഗ്ലാസ്. സോഡിയം സിലിക്കേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, ഇത്രയും ഈ 4 കീ പോയിൻറ്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. അതിൻ്റെ മറ്റ് പേരുകൾ, പിന്നെ ഏതിൻ്റെയൊക്കെ മിക്സ്ചറാണ്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മെറ്റാലിക് സിലിക്കേറ്റ്സ് വെച്ചിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സോഡ ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സോഡിയം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് വരുന്ന പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം ഗ്ലാസിൻ്റെ മറ്റു പേര് എന്ന് പറഞ്ഞാൽ ബോയ്മിയൻ ഗ്ലാസ് അല്ലെങ്കിൽ ഹാർഡ് ഗ്ലാസ്. അപ്പം അത് ഓർത്ത് വെക്കുക, അതിൻ്റെ മറ്റ് പേരുകൾ ഓർത്ത് വെക്കുക. അത് മെയിനായിട്ട് പൊട്ടാസ്യം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റും, മറ്റേതെന്തായിരുന്നു സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റുമാണ്. ഇവിടെ പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ്. അതിൻ്റെ മറ്റ് പേരുകൾ ഓർക്കുക, അത് എന്തിൻ്റെയൊക്കെ മിക്സ്ചർ ആണെന്ന് ഓർക്കുക. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന കേസസിലാണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. നെക്സ്റ്റ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് ആൻഡ് ലെഡ് സിലിക്കേറ്റിൻ്റെ മിക്സ്ചറാണ്. പൊട്ടാഷ് ലൈം ഗ്ലാസ് വാസ് പൊട്ടാസ്യം സിലിക്കേറ്റ് കാൽസ്യം സിലിക്കേറ്റിൻ്റെ മിക്സ്ചർ ആയിരുന്നു. ആൻഡ് സോഡ ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സോഡിയം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റിൻ്റെയും മിക്സ്ചർ ആയിരുന്നു. അപ്പോൾ ഇവിടെ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇസ് എ മിക്സ്ചർ ഓഫ് പൊട്ടാസ്യം സിലിക്കേറ്റ് ആൻഡ് ലെഡ് സിലിക്കേറ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഇത് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ജെംസ്, ഇലക്ട്രിക് ബൾബ്സ്, ലെൻസസ്, പ്രിസംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് കോമൺ ഗ്ലാസ്. കോമൺ ഗ്ലാസിൻ്റെ മറ്റു പേര്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കോമൺ ഗ്ലാസിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗ്ലാസ് എന്നുള്ളതാണ്. അത് മെയിനായിട്ടും സോഡിയം സിലിക്കേറ്റിൻ്റെയും അയൺ സിലിക്കേറ്റിൻ്റെയും മിക്സ്ചറാണ്. അത് യൂസ് ചെയ്യുന്നത് മെഡിസിൻ ബോട്ടിൽസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ബോട്ടിൽ ഗ്ലാസ് എന്നും അറിയപ്പെടാറുണ്ട് കോമൺ ഗ്ലാസ്സിന്. സോ ഇത്രയുമാണ് നമുക്ക് ഗ്ലാസിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇസ് ഓൾസോ നോൺ ആസ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.